വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന എഗ് ഹക്ക നൂഡിൽസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഒരു വലിയ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂഡിൽസ് വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനിതിലേക്ക് 1/4 കിലോ, അതായത് 250 ഗ്രാം ഹക്ക നൂഡിൽസ് അഥവാ പ്ലെയിൻ നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. നമുക്ക് ഈ നൂഡിൽസ് വിട്ട് കിട്ടണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നൂഡിൽസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് മുറിഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ച് ഒന്ന് മാറ്റി വയ്ക്കണം. ഈ നൂഡിൽസ് അരിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ മീതെ കുറച്ച് തണുത്ത വെള്ളം, നോർമൽ റണ്ണിങ് വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നൂഡിൽസ് ഒരുപാട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് മൂപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 1/4 കിലോ നൂഡിൽസിന് വേണ്ടിയിട്ടാണ് 4 മുട്ട എടുത്തിട്ടുള്ളത്. ഈ മുട്ട ഇപ്പോൾ നന്നായി സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റി ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഈ സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 കപ്പ് ബീൻസ് നീളത്തിലരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മട്ടർ, ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള മട്ടറാണ്, അതായത് ഗ്രീൻ പീസ്, ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഇതൊരു പകുതി വേവാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ബീൻസൊക്കെ ഒന്ന് പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ബ്രോക്കോളി വേണമെങ്കിൽ ആഡ് ചെയ്യാം, ക്യാബേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പൊട്ടറ്റോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, സ്വീറ്റ് കോൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ കുട്ടികൾ കഴിക്കാൻ മടി കാണിക്കുന്ന ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ബീൻസും അതേപോലെ തന്നെ മട്ടറും എല്ലാം പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ആ ക്യാപ്സിക്കത്തിൻ്റെ ക്രഞ്ചിനെസ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ കിട്ടണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ക്യാപ്സിക്കത്തിൻ്റെ കളറും മാറാൻ പാടില്ല, ക്രഞ്ചിനെസ്സും പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എഗ് ഹക്ക നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അത് കാരണമാണ് വെജിറ്റബിൾസിൻ്റെ കൂടെ മുട്ട മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഈ നൂഡിൽസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും മുഴുവനായിട്ട് ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് വീതം ഒന്ന് ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ശക്തിയായിട്ട് ഇളക്കി കുഴഞ്ഞു പോകരുത് കേട്ടോ. അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നൂഡിൽസ് ഓൾറെഡി വെന്തതാണ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് മുട്ടയും എല്ലാം നന്നായിട്ട് കുക്കായതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് ശക്തിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കുഴഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നൂഡിൽസ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ കാണാനും ഭംഗിയുണ്ടാവില്ല, അതുപോലെ തന്നെ കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അക്കാര്യം മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മളിത് മിക്സ് ചെയ്യുന്ന പാൻ അല്ലെങ്കിൽ ചീനച്ചട്ടി കുറച്ച് വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാനും മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ചെറിയ പാനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും വീതം എടുത്ത് ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ.
അങ്ങനെയാണെങ്കിലും ടേസ്റ്റും കൂടുള്ളൂ, അതേപോലെ തന്നെ നമുക്ക് ഇളക്കാനും സൗകര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ എഗ് ഹക്ക നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസും അതേപോലെ തന്നെ സോയാ സോസൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം.